السلام عليكم الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة സ്നേഹനിധികളായ മുത്തുമുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. കമന്റ് ബോക്സിലായിട്ടും വാട്സപ്പിലായിട്ടും ഫോൺ വിളിച്ചറിയിച്ചവർ ദുആ വസിയത്തുകൾ. റഹ്മുർ-റഹീമീനായ അല്ലാഹ് അവരെ സകലമാന ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി നൽകണേ അല്ലാഹ്, നീ ഹാസിലാക്കി നൽകണേ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും അല്ലാഹുവേ നീ മാറ്റി നൽകണേ അല്ലാഹ്. അവർക്ക് റാഹത്തും ഐശ്വര്യവും ബർക്കത്തും നീ ഏറ്റി നൽകണേ അല്ലാഹ്. ധാരാളം ആളുകൾ സ്ഥിരമായി മജ്ലിസ് കാണുന്ന ആളുകൾ എപ്പോഴാണ് തങ്ങളെ ഈ മജ്ലിസ്, എപ്പോഴാണ് നിങ്ങൾ ഈ മജ്ലിസ് ഇടുന്നതെന്ന് അറിയിക്കുന്ന ആളുകൾ, വിളിച്ച് ചോദിക്കുന്ന ആളുകൾ, അത്രയും ഈ മജ്ലിസിനെ ഇഷ്ടം വെക്കുന്ന ആളുകൾ, ഹൃദയത്തോട് ചേർത്ത് വെച്ച ആളുകൾ, അല്ലാഹുവേ ഒരു നിലക്കും അവരെ പരാജയപ്പെടുത്തല്ലേ അല്ലാഹ്. അല്ലാഹുവേ ഒരു നിലക്കും അവരെ പരാജയപ്പെടുത്തല്ലേ തമ്പുരാനെ. എല്ലാ ഖൈറാത്തുകളും എല്ലാ നന്മകളും അല്ലാഹു അവർക്ക് നീ നൽകണേ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങൾക്കും ഈ മജ്ലിസ് ഒരു പരിഹാരമാകണേ അല്ലാഹ്, അവർക്കൊരു പരിഹാരമാകണേ അല്ലാഹ്. ഞങ്ങളെ ഉപ്പാപ്പമാരുടെ ഹഖ് ജാഉ ബർക്കത്ത് കൊണ്ട് എല്ലാ പ്രയാസങ്ങളും എല്ലാ പ്രതിസന്ധികളും അല്ലാഹു നീ മാറ്റി അവർക്ക് ഖൈറ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. അവർക്ക് റാഹത്തേകണേ അല്ലാഹ്, ബർക്കത്തേകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഈ മജ്ലിസിൽ ചർച്ച ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ധാരാളം ആളുകൾ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഇവിടത്തേക്ക് ഇമ്മരപ്പടിയിലേക്ക് വന്ന് വേവലാതി പറയുന്ന ഒരു പ്രയാസമാണ്. തങ്ങളെ, ഞാൻ എന്തെല്ലാം ചെയ്തു, എല്ലാ നല്ല നല്ല കാര്യങ്ങളും ചെയ്തു, എനിക്കൊരു ഖൈറ് ലഭിക്കുന്നില്ല. എൻ്റെ വീടിന് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് എന്തോ ഒരു പ്രയാസമുണ്ട്. എനിക്ക് പുറത്തേക്ക്, വീട് വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ ഒരു പ്രയാസമില്ല, വീട്ടിലേക്ക് കയറുമ്പോഴാണ് ബുദ്ധിമുട്ടി ഇടങ്ങേറുകൾ. വീട്ടിലൊരു സ്വരച്ചേർച്ചയില്ല, എപ്പോഴും കലഹങ്ങളാണ്, എപ്പോഴും പ്രയാസങ്ങളാണ്, എപ്പോഴും പ്രതിസന്ധികളാണ്. ജ്യേഷ്ഠനുമായിട്ട് അനിയനും ജ്യേഷ്ഠനും തർക്കം, മക്കൾ തമ്മിൽ പ്രയാസങ്ങൾ, അങ്ങനെയുള്ള കലഹങ്ങൾ, വലിയ കലഹങ്ങൾ വീട്ടിൽ തീർക്കുകയാണ്. രോഗങ്ങൾ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്, എപ്പോഴും ഹോസ്പിറ്റലിലാണ് തങ്ങളെ. ഞങ്ങൾ ആരെങ്കിലും ഒരാൾ വീട്ടിൽ, ആരെങ്കിലും ഒരാൾ എപ്പോഴെങ്കിലും ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റലിൽ വിട്ട് ഞങ്ങൾ വീട്ടിൽ ഒരു സ്വസ്ഥമായിട്ട് ഒരു സമാധാനമായിട്ട് ഞങ്ങൾ നിൽക്കാറില്ല. എപ്പോഴും ഹോസ്പിറ്റലിലും എപ്പോഴും കലഹങ്ങളും പ്രയാസങ്ങളും. ഒരു നെഗറ്റീവ് എനർജിയാണ് വീട്ടിൽ തങ്ങളെ, ഒരു നെഗറ്റീവ് എനർജിയാണ്. ഒരു റാഹത്ത് എനിക്ക് കിട്ടുന്നില്ല. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ റാഹത്താണ്, വലിയ സമാധാനമാണ്, പക്ഷെ വീട്ടിലേക്ക് കയറുമ്പോൾ വലിയ പ്രയാസമാണ്. അങ്ങനെ പറയുന്ന ധാരാളം ആളുകളുണ്ട്, ധാരാളം ആളുകൾ. അവർക്ക് വേണ്ടിയാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ. ഞങ്ങൾ എന്താണ് അതിന് വേണ്ടി ചെയ്യേണ്ടത്? ഞാൻ വലിയ ബിസിനസ്സായിരുന്നു, ബിസിനസ്സിലെല്ലാം പൊളിഞ്ഞ് തരിപ്പണമായി, എല്ലാം പൊളിഞ്ഞ് തരിപ്പണമായി. ഇപ്പൊ ബിസിനസ്സിൽ പച്ച പിടിക്കുന്നില്ല. ഞാൻ എന്ത് മേഖലയിൽ തൊട്ടാലും അത് പ്രയാസമാണ്, അതിലൊന്നും വിജയം എനിക്ക് നേടിയെടുക്കാൻ കഴിയുന്നില്ല. ഒരു ജോലി റെഡിയാവുന്നില്ല, മക്കളെ കല്യാണക്കാര്യങ്ങൾ റെഡിയാവുന്നില്ല. എല്ലാം ഒരു തടസ്സമാണ്, എല്ലാം ഒരു തടസ്സം. ഒന്നിനും ഇറങ്ങിയാൽ എനിക്ക് റാഹത്ത് എനിക്ക് ലഭിക്കുന്നില്ല.
വീട്ടിലെന്തോ ഒരു പ്രയാസമുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ജീവിക്കുന്ന ഭൂമിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഇടങ്ങേറുണ്ട് എന്ന് പറയുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഇൻഷാ അല്ലാഹ്. അവർക്ക് വേണ്ടിയുള്ള ഒരു മജ്ലിസാണ് ഇന്നത്തെ മജ്ലിസ്. ഞാൻ പറയുന്ന ഈ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ, നമ്മളെ വീട്ടിലുള്ളവർ തയ്യാറാണെങ്കിൽ, നമ്മളെ മക്കൾ തയ്യാറാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ആ വീട്ടിൽ ബർക്കത്തുണ്ടാകും, ആ വീട്ടിൽ റാഹത്തുണ്ടാകും, വലിയ മനസ്സമാധാനം ഉണ്ടാവും, സാമ്പത്തിക വളർച്ച ഉണ്ടാവും, കടത്തിൽ നീ മുട്ടി നിൽക്കില്ല, നീ മുങ്ങി നിൽക്കില്ല, എല്ലാം കൊണ്ട് റാഹത്ത്. കടം തീർത്തിട്ടും തീരുന്നില്ല തങ്ങളെ, അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. കടം തീർത്തിട്ടും തീർന്നില്ല. ഒന്ന് വീട്ടുമ്പോഴേക്കും വേറെയോ മാർഗത്തിലേക്ക് കടം വന്നു ചേരുകയാണ്. ഭർത്താവിന് ജോലി റാഹത്തായൊരു ജോലി ലഭിക്കുന്നില്ല, മക്കൾക്ക് റാഹത്തായൊരു ജോലി ലഭിക്കുന്നില്ല, എല്ലാം കൊണ്ടും പ്രയാസമാണ്. അതിന് നമ്മൾ ചെയ്യേണ്ട ഈ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മാറ്റിവെച്ചാൽ ആ വീട്ടിൽ റഹ്മത്തിന്റെ മലക്കിറങ്ങും, ബർക്കത്ത് നിങ്ങൾക്കുണ്ടാകും, ഐശ്വര്യം ഉണ്ടാവും. ആ വീട്ടിലെല്ലാം കൊണ്ടും സമാധാനം ഉള്ളൊരു ജീവിതം ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നയിക്കാൻ കഴിയും. ആ കുറച്ച് കാര്യങ്ങൾ എന്താണ് ആ കുറച്ച് കാര്യങ്ങൾ? ഇൻഷാ അല്ലാഹ് നമ്മൾ ഒഴിവാക്കേണ്ട, നമ്മൾ നിത്യജീവിതത്തിൽ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ്, അതാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. അത് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ, ഞാൻ പറയുന്ന ഇത്തരം തടസ്സങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ, ഇൻഷാ അല്ലാഹ് അതും ഒഴിവാക്കി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് റാഹത്തായിട്ടുള്ള ഒരു ജീവിതം നിങ്ങളെ വീട്ടിൽ നിന്ന് തന്നെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ജീവിക്കാം. വീട് വിറ്റുപോകേണ്ട ആവശ്യമില്ല, ഭൂമി വിറ്റുപോകേണ്ട ആവശ്യമില്ല. ആ വീട്ടിൽ തന്നെ നമ്മൾ ജീവിക്കുന്ന ആ ഭവനത്തിൽ തന്നെ റാഹത്ത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. തങ്ങളെ വീടില്ല, ഞാൻ വാടക വീട്ടിലാണ്, ഇൻഷാ അല്ലാഹ് അവിടെയും നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ കോട്ടേഴ്സിലാണ്, അവിടെയും ചെയ്യാം. ഞാൻ ലോഡ്ജിലാണ്, അവിടെയും ചെയ്യാം. നിങ്ങൾ താമസിക്കുന്ന താമസ സ്ഥലം അത് നിങ്ങളതാവണമെന്നില്ല, അത് നിങ്ങളെ പേരിലാവണമെന്നില്ല. ഇൻഷാ അല്ലാഹ് അവിടെയും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ അവിടെയും ഈ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അവിടെയും നിങ്ങൾക്ക് സന്തോഷപൂരിതമായ ജീവിതം, റാഹത്തായ ജീവിതം നയിക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾക്ക് ഈ മജ്ലിസ് വലിയൊരു നിഅമത്തായിട്ടാണ് അവർ അവതരിപ്പിക്കുന്നത്. ധാരാളം ആളുകൾ അവതരിപ്പിക്കുന്നത് വലിയൊരു നിഅമത്താണ് തങ്ങളെ നിങ്ങളെ മജ്ലിസ് ഞാൻ കാണാനിടയായത്. ഞാൻ അനാനിയത്ത് പറയുകയല്ല, ഞാനിതിനെ പൊക്കി പറയുകയല്ല. കാരണം ആളുകൾ വിളിച്ച് അറിയിക്കുന്നതാണ് തങ്ങളെ, ഞങ്ങൾക്ക് പറ്റുന്ന, ഞങ്ങൾ അനുഭവിക്കുന്ന ഓരോരോ കാര്യത്തിന് വേണ്ടിയാണ് തങ്ങൾ ഓരോരോ അമലുകൾ പറയുന്നത്. അനുഭവിക്കാണ് തങ്ങളെ, എനിക്ക് വേണ്ടിയാണോ തങ്ങൾ പറയുന്നത് പോലും ഞാൻ തോന്നിപ്പോകാറുണ്ട്. ഞാൻ അനുഭവിക്കുന്ന ഓരോരോ കാര്യങ്ങളാണ് തങ്ങൾ എടുത്തു പറയുന്നത് എന്ന് പറയുന്ന ധാരാളം ആളുകൾ, അവർക്കൊക്കെ വലിയൊരു ഉപകാരമാണ് ഈ മജ്ലിസ്. അതുകൊണ്ട് അവർ കേട്ടുകൊണ്ട് അവരെ ജീവിതം റാഹത്തായിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളിലേക്ക് എത്തിച്ച എനിക്കും കൂടിയായിരിക്കും അതിൻ്റെ ഒരു പകുതി അതിൻ്റെ ഒരു കൂലി എൻ്റെ അക്കൗണ്ടിലേക്കും വന്നു ചേരും. അതുകൊണ്ട് മാത്രമാണ് ഓരോരോ കാര്യങ്ങൾ ഓരോരുത്തർ പറയുമ്പോൾ അത് മറ്റുള്ളവർക്കും ഒരാളുടെ മാത്രം പ്രയാസമല്ലല്ലോ, ഇത് ധാരാളം ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രയാസമാണല്ലോ. വീട്ടിലുള്ള ഈ പ്രതിസന്ധി, ഞാൻ പറഞ്ഞ ഈ പ്രതിസന്ധി ഇൻഷാ അല്ലാഹ് അതിനു വേണ്ടിയാണ് അനുഭവിക്കുന്ന ആളുകൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വലിയ റാഹത്ത് നിങ്ങൾക്ക് കിട്ടും. അനുഭവമാണിത്. ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് അവർക്ക് ഇതിൽ നിന്ന് വലിയൊരു നേട്ടം കിട്ടിയിട്ടാണ് മറ്റുള്ളവരിലേക്കും ഇൻഷാ അല്ലാഹ് ഈ ഷെയർ ഞാൻ ചെയ്യുന്നത്. ഈ വീഡിയോ ഇൻഷാ അല്ലാഹ് ചെയ്യുന്നത് അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ചെയ്യാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഇത്തരം പ്രതിസന്ധിയിൽ ധാരാളം കാലങ്ങളായിട്ട് കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ, ഇത്തരം പ്രതിസന്ധിയിൽ ധാരാളം കാലങ്ങളായിട്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഇതൊരു വലിയൊരു പരിഹാരമാക്കണേ അല്ലാഹ്, ഇത് വലിയൊരു പരിഹാരമാക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് എന്താണ് ആ കാര്യം?
ഇൻഷാ അല്ലാഹ് എന്താണ് ആ കാര്യം, അത് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജ്ലിസിൽ പറയുന്നത് പോലെ ധാരാളം ആളുകളാണ് മജ്ലിസിലേക്ക് നിരന്തരമായിട്ട് വിളിക്കുന്നത്. ഇത് സന്ദർഭോചിതമായിട്ട് പറയുകയാണ്, മറ്റുള്ളവർക്കും ഒരു ഉപകാരമായിക്കോട്ടെ എന്നുള്ള നിലക്ക് മാത്രം. ധാരാളം ആളുകൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കേരളത്തിൻ്റെ അകത്തു നിന്നുള്ള ആളുകൾ, തമിഴ്നാട് പോലെ കർണാടക പോലുള്ള ഇതര സ്റ്റേറ്റുകളിൽ നിന്ന് എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾ, എൻ്റെ ദ്വീപിലുള്ള എൻ്റെ സഹോദരന്മാർ വിളിച്ചറിയിക്കുന്ന ആളുകൾ, മജ്ലിസിലേക്ക് നിരന്തരം വിളിക്കുന്ന ആളുകൾ. ധാരാളം ആളുകൾക്ക് പരാതിയാണ്, തങ്ങളെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, ഫോൺ എടുക്കുന്നില്ലല്ലോ, അറ്റൻഡ് ചെയ്യുന്നില്ലല്ലോ. ധാരാളം ആളുകൾ വാട്സപ്പിലായിട്ടും കമൻറ്റ് ബോക്സിലായിട്ടും അറിയിക്കുന്ന ആളുകളുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പല ഭാഗങ്ങളിൽ ധാരാളം ആളുകളാണ് മജ്ലിസിലേക്ക് വിളിക്കുന്നത്, ഒരാൾ മാത്രമാണ് ഇവിടെ അറ്റൻഡ് ചെയ്യാനുള്ളത്. അപ്പോഴുള്ള ചെറിയൊരു ബിസിയും ചെറിയുള്ള പ്രയാസവും, അല്ലെങ്കിൽ മജ്ലിസിലോ അല്ലെങ്കിൽ മറ്റുള്ള പരിപാടിയിലായിരിക്കുമ്പോഴാണ് ചെറിയൊരു ബിസി നിങ്ങൾക്ക് വരുന്നത്. ഒരു സമയത്ത് കിട്ടിയില്ലെങ്കിൽ മറ്റൊരു സമയത്ത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ട്രൈ ചെയ്യുക. അല്ലാഹു എല്ലാവരുടെയും പ്രയാസം അല്ലാഹ് നീ മാറ്റി നൽകണേ, നീ മാറ്റി നൽകണേ തമ്പുരാനെ. അവരൊക്കെ വിളിച്ച് ചോദിക്കുന്നത് ഇനി എന്നാണ് കൺസൾട്ടിംഗ് ഉള്ളത്, ഇനി എന്നാണ് വീട്ടിൽ നോട്ടമുള്ളത് എന്നൊക്കെയാണ്. ഇനി അടുത്ത തിങ്കളാഴ്ചയാണ് കൺസൾട്ടിംഗ് ഉള്ളത്. ഈ നമ്പറിൽ വിളിച്ച് ചോദിച്ചറിഞ്ഞ് ബുക്ക് ചെയ്ത് ഇൻഷാ അല്ലാഹ് വരാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ശനിയും തിങ്കളുമാണ് വീട്ടിൽ നോട്ടമുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്ത് ഇൻഷാ അല്ലാഹ് വരിക. ധാരാളം ആളുകൾക്ക് ഈ മജ്ലിസ് കൊണ്ട് വലിയ പരിഹാരം നേടിയ ആളുകൾ, ധാരാളം ആളുകൾ ഓരോരോ പ്രയാസവുമായിട്ട് സങ്കട കണ്ണീരുമായി ആദ്യം വന്ന സമയത്ത് സങ്കടം പറഞ്ഞ ആളുകൾ പിന്നീട് വരുന്നത് സന്തോഷപൂരിതമാണ്. അതാണ് ഈ മജ്ലിസിന്റെ വളർച്ച. മഹാന്മാരായിട്ടുള്ള ഉപ്പാപ്പമാരുടെ കറാമത്താണത്. സങ്കടം പറഞ്ഞ ആളുകൾ പിന്നീട് വരുന്നത് അൽഹംദുലില്ലാഹ് തങ്ങളെ റെഡിയായി, എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് അവർ വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, അവരെ സകലമാന പ്രയാസങ്ങളും നീ മാറ്റി അവർക്ക് റാഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്, റാഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഒരു നിലക്കും അല്ലാഹ് നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്, പ്രയാസപ്പെടുത്തല്ലേ അല്ലാഹ്, ബുദ്ധിമുട്ടിലാക്കല്ല തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ധാരാളം ആളുകൾ പല ഭാഗങ്ങളിൽ നിന്നാണ് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഇവിടത്തേക്ക് തടിച്ചുകൂടുന്നത്. അല്ലാഹുവയുടെ സകലമാന പ്രയാസങ്ങളും നീ മാറ്റി നൽകണേ അല്ലാഹ്. പൈശാചികമായ പ്രയാസങ്ങളിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകൾ, ഞാൻ പറഞ്ഞ വീടിൻ്റെയും ഭൂമിയുടെയും പ്രയാസങ്ങളിൽ പ്രതിസന്ധിയിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകൾ, ആ തടസ്സം കാരണം ജോലി പ്രയാസങ്ങൾ, ജോലി തടസ്സം നേരിടുന്ന ആളുകൾ, വിവാഹ തടസ്സങ്ങൾ നേരിടുന്ന ആളുകൾ, അവർക്കൊക്കെ വലിയ പരിഹാരമാണ് ഇൻഷാ അല്ലാഹ് ഈ സയ്യിദിയ മജ്ലിസ്. റഹ്മത്തുർ റഹീമീനായ അല്ലാഹ് അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് നീ ഉയർത്തണേ അല്ലാഹ്, നീ ഉയർത്തണേ തമ്പുരാനെ. ധാരാളം ആളുകൾക്ക്, അമല് സ്വീകരിച്ച ആളുകൾക്ക് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും വന്ന് ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്ത് വലിയ പരിഹാരം നേടിയ ആളുകൾ, അവരൊക്കെ ഞാൻ പറയുന്നത് ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോട്ടവും കാവലുമുള്ള മജ്ലിസാണ് മജ്ലിസ്. അതുകൊണ്ടാണ് അവർക്ക് ഇവിടുന്ന് അമലുകൾ ചെയ്യുമ്പോഴും ഇവിടുത്തെ പറയുന്ന അമലുകൾ സ്വീകരിക്കുമ്പോൾ അവരെ കാര്യങ്ങൾ, മുറാദുകൾ ഹസിലാകുന്നത്. ശനിയാഴ്ചയും തിങ്കളാഴ്ചയും കൺസൾട്ടിങ്ങിന് വന്നുകൊണ്ട് അവരെ മുറാദുകൾ ഹസിലാകുന്നത്, അവരെ കാര്യങ്ങൾ റെഡിയാകുന്നത് ഉപ്പാപ്പയുടെ നോട്ടവും കാവലും കൊണ്ടാണ്. ഇവിടുത്തെ പേരക്കിടാവായ ഇന്തോനേഷ്യ, ചീന, സുമാത്ര ദ്വീപിൽ നിന്നും കടലിൽ മുസല്ല വിരിച്ചുകൊണ്ട് കടലുണ്ടി തീരത്തണഞ്ഞ മഹാനായ ഖുതുബ് ഹസൻ ജമലുല്ലൈലി ഉപ്പാപ്പ ഞങ്ങളൊക്കെ വല്യപ്പയാണ്. ഉപ്പാപ്പയുടെ നോട്ടവും കാവലിലുമാണ് ഈ മജ്ലിസ് നടന്നു പോകുന്നത്. അവിടുത്തെ ഇജാസത്തോടു കൂടിയാണ് ഓരോരോ മജ്ലിസിൽ അമലുകൾ പറയുന്നത്. ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഉള്ള കൺസൾട്ടിംഗ് രീതിയും അവിടുത്തെ പാരമ്പര്യ രീതിയിലാണ്. അർഹമുർ റഹീമീനായ അല്ലാഹ് നീ അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധി നൽകണേ അല്ലാഹ്, നീ അഭിവൃദ്ധി നൽകണേ തമ്പുരാനെ. ഉപ്പാപ്പയുടെ ദറജ നീ ഏറ്റി നൽകണേ അല്ലാഹ്, നീ നൽകണേ തമ്പുരാനെ.
തമ്പുരാനെ, അവിടുത്തോടൊപ്പം സ്വർഗത്തിൽ കിടക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്, ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. അവിടുത്തേക്ക് എപ്പോഴും ഫാത്തിഹ ഓതുന്ന ആളുകൾ ഓരോരോ മുറാദുകൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഉപ്പാപ്പയുടെ ഹളറത്തിലേക്ക് ഫാത്തിഹ ഓതുന്ന ധാരാളം ആളുകൾ, ഓരോരുത്തരെ വിളിച്ചറിയിക്കുന്ന ആളുകൾ, ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഇവിടത്തേക്ക് വന്നുകൊണ്ട് അറിയിക്കുന്ന ആളുകൾ, അൽഹംദുലില്ലാ തങ്ങളെ അവിടത്തേക്ക് ഞാൻ ഫാത്തിഹ ഓതി എൻ്റെ മുറാദ് ഹാസിലായി തങ്ങളെ. എനിക്ക് വലിയൊരു പ്രയാസം വന്നപ്പോൾ, വലിയൊരു പ്രതിസന്ധി വന്നപ്പോൾ ഞാൻ മക്കാമിലേക്ക് ഒരു 11 ഫാത്തിഹ തങ്ങൾ പറഞ്ഞതുപോലെ ഓതി. അൽഹംദുലില്ലാ, ആ പ്രതിസന്ധിയിൽ നിന്നും അത്ഭുതമെന്നോണം ഞാൻ കരകയറി തങ്ങളെ, കരകയറി. ഞാൻ എപ്പോഴും പറയുന്നത് ഉപ്പാപ്പയുടെ ഒരു കറാമത്താണ് ഈ മജ്‌ലിസിന്റെ വളർച്ച. എപ്പോഴും എവിടെയും പറയും, നിങ്ങളെ മുറാദുകൾ ഹാസിലാക്കുന്ന നിങ്ങൾ കുടുങ്ങി നിൽക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഓത് ഒരു 11 ഫാത്തിഹ ഉപ്പാപ്പയുടെ ഹളറത്തിലേക്ക് നിങ്ങൾ ഓത്. മുറാദ് ഹാസിലാക്കി തരും അല്ലാഹു, അല്ലാഹു ഹാസിലാക്കി തരും അല്ലാഹ്. ഞങ്ങളെ പ്രയാസങ്ങളെ നീ മാറ്റി നൽകണേ അല്ലാഹ്, ഞങ്ങളെ പ്രതിസന്ധികളെ നീ മാറ്റി നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഖൈർ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഖൈറിന്റെ കവാടങ്ങൾ ഞങ്ങൾക്ക് തുറന്നിട്ട് നൽകണേ അല്ലാഹ്, നീ തുറന്നിട്ട് നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ കുറച്ച് കാര്യങ്ങളിലേക്ക് കടക്കാം. എല്ലാവരും ധാരാളം ആളുകൾ പറയുന്നതാണ്, വീട്ടിൽ വലിയ പ്രയാസമാണ് തങ്ങളെ, വീട്ടിലൊരു സുഖമില്ല, ജോലിയിൽ ബർക്കത്തില്ല, എൻ്റെ കച്ചവടത്തിൽ ബർക്കത്തില്ല, എൻ്റെ ബിസിനസ്സിൽ ബർക്കത്തില്ല, എൻ്റെ വീട്ടിൽ എന്തോ ഒരു പ്രതിസന്ധിയുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നീങ്ങണമെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ, ഈ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശീലിക്കുകയും മറ്റുള്ള കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ വലിയ ബർക്കത്തുണ്ടാകും, വലിയ അഭിവൃദ്ധി ഉണ്ടാകും. നിങ്ങളെ ജോലിയിൽ അഭിവൃദ്ധി, നിങ്ങളെ സാലറിയിൽ അഭിവൃദ്ധി ഉണ്ടാകും, വലിയ ബർക്കത്ത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധ്യമാകും. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ പല ഭാഗങ്ങളിൽ പോകുന്നവരാണ്. നമ്മൾ ജോലിക്ക് വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നവരാണ്, മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നവരാണ്. നമ്മൾ പല ഭാഗങ്ങളിൽ പോയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്, പല കേന്ദ്രങ്ങളിൽ പോയിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെ ശരീരത്തിലേക്ക് പൈശാചികമായ ഷർറുകൾ ഏൽക്കാം. ആ ഒരു ഭാഗങ്ങൾ നമുക്കറിയില്ലല്ലോ, ഏത് റൂട്ടിലാണ് ഈ പിശാചിന്റെ സഞ്ചാര കേന്ദ്രം, എവിടെയാണ് പൈശാചികമായ ഷർറുകളുള്ള ഇടം എന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ ബാത്റൂമിലേക്ക് കയറും, അവിടുന്ന് പുറത്തിറങ്ങും, ദിക്റുകളൊന്നും ചെല്ലാതെ ബാത്റൂമിലേക്ക് കയറും, ഒന്നും ചെല്ല ദിക്റുകളൊന്നും ചെല്ലാതെ ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങും. കയറുമ്പോഴുള്ള ദിക്റ്, ഇറങ്ങുമ്പോഴുള്ള ദിക്റ്, അതൊന്നും ചെല്ലാതെ, ഒന്നും പാലിക്കാതെ നമ്മൾ പല ഭാഗങ്ങളിൽ യാത്രകൾ ചെയ്യുന്നവരാണ്, ബാത്റൂമുകൾ ഉപയോഗിക്കുന്നവരാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടാണ് അവസാനം വീട്ടിലേക്ക് കയറി വരുന്നത്, അല്ലേ? ആണ്, കയറി വരുന്നത് അങ്ങനെയാണ്. പല കേന്ദ്രങ്ങളിൽ, പല സ്ഥലങ്ങളിൽ വരുന്നവരാണ്. നമ്മോടുകൂടെ പൈശാചികമായ ഷർറുകൾ, പിശാചിന്റെ നമ്മുടെ ശരീരത്തിലോ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളിലോ ഉണ്ടോ എന്ന് നമ്മൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അതുമായിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. അപ്പോൾ നമ്മളെ ശരീരത്തിലുള്ള പിശാചിന്റെ ഒരു താവളം അവനക്ക് കിട്ടി. അവിടെ നിന്ന് ഇറങ്ങി അവനതൊരു താവളമാക്കി മാറ്റി, നമ്മളെ താമസ സ്ഥലം അവനൊരു ഇടമാക്കി മാറ്റി. പിന്നെ അവിടെ പിശാചിന്റെ ഷർറുകളായിരിക്കും, പിന്നെ അവന്റെ ആധിപത്യമായിരിക്കും അവിടെ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ സലാം പറഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പ്രവേശിക്കണം. നമ്മൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ സലാം പറഞ്ഞ് നമ്മൾ പ്രവേശിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് സലാം പറഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ ആ സലാമിന്റെ അർത്ഥം എന്താണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വീട്ടിലുള്ള ആളുകൾ, അവിടെ ആരുണ്ടാകും? റഹ്മത്തിന്റെ മലക്ക്, ജിന്നുകൾ എല്ലാം ഉണ്ടാകും വീട്ടിൽ. അവർക്ക് നമ്മൾ സലാം പറഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ വീട്ടിലേക്ക് കയറി വരേണ്ട. ആരുമില്ലെങ്കിൽ, ഉണ്ടെങ്കിൽ നമ്മളെ സ്വീകരിക്കാൻ നമ്മളെ ഭാര്യയുണ്ട്, അല്ലെങ്കിൽ മക്കളുണ്ട്, അവർക്ക് സലാം പറയണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് നമ്മൾ പറയണം. നിങ്ങളുടെ മേൽ അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ, അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. അപ്പോ
പിശാച് നേരെ പോകും. ആ വന്ന വഴിയിലേക്ക് തന്നെ ഇവനോടുകൂടി കടന്നിട്ട് കാര്യമില്ല. ഇത് സലാം പറഞ്ഞു വരുന്ന വീടാണ്, എനിക്കിവിടെ ഇടമില്ല എന്നവൻ മനസ്സിലാക്കി നേരെ തിരിച്ചു പോകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സലാം പറഞ്ഞുകൊണ്ട് നിങ്ങൾ വീട്ടിലേക്ക് പ്രവേശിക്കണം. ഒന്നാമത്തത് സലാം പറഞ്ഞുകൊണ്ട് നിങ്ങൾ വീട്ടിലേക്ക് പ്രവേശിക്കണം. രണ്ടാമത്തത് ബിസ്മി ചൊല്ലിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളെ വീട്ടിലേക്ക് പ്രവേശിക്കണം. സലാം പറഞ്ഞ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്ത് പിശാച് ആ വീട്ടിലുണ്ടെങ്കിലും അത് നേരെ തിരിച്ചു പോകും. വന്ന വഴിയിലേക്ക് തന്നെ അത് തിരിച്ചു പോകാൻ അത് കാരണമാകും. ബിസ്മി ചൊല്ലുക, സലാം പറയാ, ബിസ്മി ചൊല്ലുക. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ ചെല്ലണം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ വീട്ടിൽ ബർക്കത്തുണ്ടാകും, റഹ്മത്തിന്റെ മലക്കുണ്ടാകും, എല്ലാം കൊണ്ട് അവനക്ക് റാഹത്താകും. ആ വീട്ടിൽ താമസിക്കാൻ വലിയ സന്തോഷം. ആ വീട്ടിൽ പിന്നെ കലഹങ്ങൾ ഉണ്ടാവൂല, ഐക്യം ഉണ്ടാവും, കുടുംബത്തിലൊരു ഭദ്രത ഉണ്ടാകും. അവിടെ രോഗങ്ങൾ ഉണ്ടാവൂല, ആ വീട്ടിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാവൂല. എപ്പോഴെങ്കിലും വരുന്ന ഒരു പനിയല്ല ഞാൻ പറയുന്നത്, എപ്പോഴും അസുഖങ്ങൾ. ഒന്ന് മാറിയാൽ ഒന്ന് മാറിയാൽ ഒന്ന് മാറിയാൽ ഒന്ന്, അങ്ങനെയുള്ള അസുഖങ്ങൾ പിന്നെ ആ വീട്ടിലുണ്ടാവില്ല. വലിയ ബർക്കത്തുണ്ടാകും. മകന്റെ ജോലിയിൽ വലിയ അഭിവൃദ്ധി ഉണ്ടാകും, ഭർത്താവിൻ്റെ ജോലിയിൽ വലിയ അഭിവൃദ്ധി ഉണ്ടാകും. ചെയ്തൂടെ നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്തൂടെ? വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആരുമില്ലെങ്കിലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് ചൊല്ലുക. പിന്നെയോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുക. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇന്നു മുതൽ ഇത് ശ്രദ്ധിക്കൂലേ ഇൻഷാ അല്ലാഹ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ അഭിവൃദ്ധി നമ്മൾ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കാൻ സാധ്യമാകും. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി രണ്ട് കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമ്മൾ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ, സുബ്ഹി ഖളാ ആയിട്ട് ഒരാൾ പോലും ആ വീട്ടിൽ ഉണ്ടാവരുത്. സുബ്ഹി ഖളാ ആയിക്കൊണ്ട് ഒരാൾ പോലും ആ വീട്ടിൽ ഉണ്ടാവരുത്. എല്ലാവരും സുബ്ഹി ആ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കണം. ആ സമയത്ത് ആരെങ്കിലും പുതപ്പിന്റെ ഉള്ളിൽ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ ബർക്കത്തുണ്ടാവൂല, ആ വീട്ടിൽ പിന്നെ ബർക്കത്തുണ്ടാവൂല. നമ്മൾ എത്ര കാര്യങ്ങൾ ചെയ്തിട്ടും, എത്ര കുപ്പി 4 മൂലയിൽ കൊണ്ട് കുഴിച്ചിട്ടാലും, എത്ര കുപ്പി ഭൂമിയിൽ കൊണ്ട് കുഴിച്ചിട്ടാലും, എത്ര കുപ്പിയിലാക്കി തകിട് വീട്ടിൽ വെച്ചാലും, ബർക്കത്തിന് വേണ്ടി ഉസ്താദുമാരെയും തങ്ങന്മാരെയും തെരഞ്ഞെടുത്തു പോയാലും ആ വീട്ടിൽ സുബ്ഹി ഖളാ ആയിട്ട് ആരെങ്കിലും കിടന്നുറങ്ങുന്നുണ്ടോ ആ വീട്ടിൽ പിന്നെ ബർക്കത്തുണ്ടാവൂല, ആ വീട്ടിൽ പിന്നെ ബർക്കത്തുണ്ടാവൂല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. സുബ്ഹി ഖളാ ആയിട്ട് കിടന്നിങ്ങനെ ഉറങ്ങുകയാണ്, ആരും നിസ്കരിക്കുന്നില്ല, ഒരാൾ പോലും നിസ്കരിക്കുന്നില്ല, ആ വീട്ടിൽ പിന്നെ ബർക്കത്തുണ്ടാവൂല. സുബ്ഹി ഖളാ ആയിട്ട് കിടന്നുറങ്ങുക, ഖളാ ആക്കിക്കൊണ്ട് കിടന്നുറങ്ങുന്ന വീട്ടിൽ ബർക്കത്തുണ്ടാവൂല. ആ ഒരു ശീലം നമ്മളെ മക്കളിലുണ്ടെങ്കിൽ, നമ്മളെ ഭർത്താക്കന്മാരിലുണ്ടെങ്കിൽ, നമ്മൾ ആരിലും വീട്ടിൽ ആരിലും ഉണ്ടെങ്കിൽ അത് ഇന്നു മുതൽ ഉപേക്ഷിക്കണം. മകൻ കിടന്നുറങ്ങുകയാണെങ്കിൽ ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ടുണ്ട് കോരി ഒഴിക്കുക. ഇന്നു മുതൽ ആ ശീലം നമ്മളെ വീട്ടിൽ നിന്ന് പാടെ ഇല്ലാതെയാക്കണം. സുബ്ഹി ഖളാ ആക്കിക്കൊണ്ട് ഒരാൾ പോലും വീട്ടിൽ കിടന്നുറങ്ങാതിരിക്കുക, എന്നാൽ ബർക്കത്തുണ്ടാവും വീട്ടിൽ. അത് നമ്മൾ ഉപേക്ഷിക്കണം. നാലാമതായിട്ടുള്ള കാര്യം, സൂര്യൻ ഉദിക്കുന്നത് വരെ കിടന്നുറങ്ങുക, പോത്ത് പോലെ കിടന്നുറങ്ങുക. ചെറിയ മക്കൾ കിടന്നുറങ്ങുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. പ്രായപൂർത്തിയും ബുദ്ധിയും വകതിരിവും എത്തിയ ആരെങ്കിലും കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ, നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ ഇന്നു മുതൽ അത് ഉപേക്ഷിക്കുക. എന്തൊക്കെയാണ് കാര്യങ്ങൾ? സലാം ചൊല്ലിക്കൊണ്ട് വീട്ടിലേക്ക് കയറി വരിക, ബിസ്മി ചൊല്ലുക. പിന്നെയോ സുബ്ഹി ഖളാ ആക്കിക്കൊണ്ട് ഒരാൾ പോലും വീട്ടിൽ കിടന്നുറങ്ങാതിരിക്കുക.
അതൊക്കെ നല്ലൊരു സമയമാണ്. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലായികത്ത് ഇറങ്ങുന്ന സമയമാണ്. ആ സമയം ഒരിക്കലും ഉപേക്ഷിക്കരുത്. അങ്ങനെ ആരെങ്കിലും കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ അവിടെ അല്ലാഹുവിന്റെ ബർക്കത്തിന്റെ റഹ്മത്തിന്റെ മലക്ക് അവിടെ ഇറങ്ങൂല. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്ക് അവിടെ ആ വീട്ടിൽ ഇറങ്ങൂല. പിശാചിന്റെ സാന്നിധ്യം അവിടെ പിന്നെ കൂടും. ഇതെനിക്ക് പറ്റിയ സ്ഥലമാണ്, ഇത് എന്റെ ഇടമാണ് എന്ന് പിശാച് മനസ്സിലാക്കി അവൻ അവിടെ ഒരു താവളം ഒരുക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സുബ്ഹി ഖളാക്കിക്കൊണ്ട് ഒരാളും ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ എൻ്റെ വീട്ടിൽ തങ്ങളെ കിടന്നുറങ്ങൂല, അതിന് ഞാൻ സമ്മതിക്കൂല ഇൻഷാ അല്ലാഹ് എന്നുള്ളൊരു നിയ്യത്തായിരിക്കണം നിങ്ങളുടെ നിയ്യത്ത്. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. നാലാമതായിട്ട് പറഞ്ഞത്, സൂര്യൻ ഉദിക്കുന്നത് വരെ പുതപ്പിനടിയിൽ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുന്ന ആളുണ്ടെങ്കിൽ അവിടെയും റഹ്മത്തിന്റെ മലക്ക് ആ വീട്ടിൽ പ്രവേശിക്കൂല. പിശാചിന്റെ താവളമായി ആ ഭവനം മാറുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. പിന്നെ വീട്ടിൽ ഓതേണ്ട സൂറത്ത് എല്ലാ ദിവസവും ഈ 2 സൂറത്തുകൾ നിങ്ങൾ ഓതിക്കഴിഞ്ഞാൽ വലിയ റാഹത്ത് നിങ്ങൾക്ക് നേടിയെടുക്കാം. വലിയ ഐശ്വര്യം വീട്ടിലുണ്ടാകും. പിശാച് എല്ലാം ആ വീട്ടിൽ നിന്ന് ഓടി ഒളിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ സൂറത്തുൽ ബഖറ നിങ്ങൾ എപ്പോഴും നിങ്ങൾ പാരായണം ചെയ്യുക. എല്ലാ ദിവസവും ഒരു പ്രാവശ്യം സൂറത്തുൽ ബഖറ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ സമയം കിട്ടും ഇൻഷാ അല്ലാഹ്. ഇന്ന് മുതൽ നിങ്ങൾക്ക് പിശാച് ഓടി ഒളിക്കണമെന്നുണ്ടെങ്കിൽ, വീട്ടിൽ വലിയ റാഹത്തുണ്ടാകണമെന്ന് നിയ്യത്തുണ്ടെങ്കിൽ, വലിയ റാഹത്തും വലിയ ഐശ്വര്യം നിങ്ങളെ വീട്ടിലുണ്ടാകണമെന്ന് നിങ്ങൾക്ക് നിയ്യത്തുണ്ടെങ്കിൽ, വലിയ അഭിവൃദ്ധി ഉണ്ടാകണമെന്ന് നിങ്ങൾക്ക് നിയ്യത്തുണ്ടെങ്കിൽ, ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ബഖറ ഓതുന്ന വീട്ടിൽ പിശാച് ഓടി ഒളിക്കും. പിന്നെ അവിടെ പിശാച് നിൽക്കൂല, പിന്നെ അവിടെ പിശാചിനൊരു സ്ഥാനവുമില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. സൂറത്തുൽ ബഖറ നിങ്ങൾ പാരായണം ചെയ്യുക. പിന്നെ പിശാചിന്റെ സാന്നിധ്യം നമ്മളെ വീട്ടിലുണ്ടാവൂല. എല്ലാ തടസ്സങ്ങളും നിങ്ങൾക്ക് നീങ്ങും, എല്ലാ പ്രതിസന്ധികളും ഒഴിവാകും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. പിന്നെ നിങ്ങൾ ഓതേണ്ടത് സൂറത്തുൽ യാസീൻ നിങ്ങൾ ഇൻഷാ അല്ലാഹ് വീട്ടിൽ പതിവാക്കുക. അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളെ മുറാദുകൾ അല്ലാഹു ഹസനാക്കി നൽകും. നിങ്ങളെ ഉദ്ദേശങ്ങൾ അല്ലാഹു പൂവണിയിച്ച് നൽകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. സൂറത്തുൽ യാസീൻ നിങ്ങൾ പാരായണം ചെയ്യുക. യാസീൻ ഇൻഷാ അല്ലാഹ് പതിവാക്ക്. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ചില ആളുകൾ പറയുന്നതാണ്, എൻ്റെ ഭൂമിയിൽ പ്രയാസമുണ്ട്, വീട്ടിൽ പ്രതിസന്ധിയുണ്ട്. ഇങ്ങനെയുള്ളതും ഇൻഷാ അല്ലാഹ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഇൻഷാ അല്ലാഹ് പ്രയാസങ്ങൾ ഉണ്ടാകും. എന്താണ് ആ പ്രയാസം? പോക്കുവരവിൻ്റെ പ്രയാസം. നമ്മളൊക്കെ കേട്ടതാണ് പോക്കുവരവിൻ്റെ പ്രയാസം. ചില ആളുകൾ പറയും പോക്കുവരവ്, എതിർപോക്ക്, വരുത്തുപോക്ക്, അങ്ങനെയൊക്കെ പറയും. ചില ഭാഗങ്ങളിൽ പല പേരുകളായും ഇതിനറിയപ്പെടുന്നത്. ചില വരുത്തുപോക്ക് എന്ന് പറയും, ചിലർ എതിർപോക്ക്, പോക്കുവരവ്, അങ്ങനെയൊക്കെ പറയുന്നൊരു പ്രയാസം. അത് നമ്മളെ ഭൂമിയിലോ നമ്മളെ വീട്ടിലോ ഉണ്ടെങ്കിൽ അവിടെ പിന്നെ ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളുമായിരിക്കും. കാരണം ഇങ്ങനെയുള്ള പോക്ക് എന്ന് പറഞ്ഞാൽ അത് നമ്മളെ വീടിൻ്റെയോ അല്ലെങ്കിൽ നമ്മളെ ഭൂമിയിലൂടെയോ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സഞ്ചാര കേന്ദ്രമുണ്ടെങ്കിൽ, എല്ലാവർക്കും ഒരു സഞ്ചാര കേന്ദ്രമുണ്ട്, എനിക്കും ഒരു സഞ്ചാര കേന്ദ്രമുണ്ട്. ഒരു മുഅ്മിനായിട്ടുള്ള മനുഷ്യന്റെ സഞ്ചാര കേന്ദ്രം എന്ന് വെച്ചാൽ ജോലി, പള്ളി, വീട്. ജോലി, പള്ളി, വീട്, അതാണല്ലോ അവൻ്റെ ഒരു സഞ്ചാര കേന്ദ്രം, അല്ലേ? അവൻ്റെ ഒരു സഞ്ചാര കേന്ദ്രമാണ്, അവൻ്റെ ഒരു ത്വരീക്കാണ്, അവൻ്റെ ഒരു വഴിയാണത്. അതുപോലെ എല്ലാവർക്കും ഒരു വഴി ഉണ്ടാകും. ഈ പോക്ക് വരവിൻ്റെ, ഈ പിശാചിൻ്റെ ഒരു പോക്കാണ് നമ്മളെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മളെ വീടുമായിട്ടോ അല്ലെങ്കിൽ നമ്മളെ പറമ്പുമായിട്ടോ ഉണ്ടെങ്കിൽ അവിടെ പ്രയാസങ്ങൾ ഉണ്ടാകും. ആ വീട്ടിൽ പ്രതിസന്ധി ഉണ്ടാവും. എന്തുകൊണ്ട്? അവൻ്റെ ഒരു സഞ്ചാര കേന്ദ്രമായിരുന്നു അത്.
പിശാചിന്റെ ഒരു സഞ്ചാര കേന്ദ്രമായിരുന്നു അത്. അവിടെയാണ് നമ്മളൊന്നും നോക്കാതെ, സ്ഥാനം നോക്കാതെ, ഒരു കാര്യങ്ങളും നോക്കാതെ അവിടെ വീട് പണിഞ്ഞു. വീട് ഉസ്താദുമാരെ കൊണ്ടും തങ്ങന്മാരെ കൊണ്ടും കുറ്റിയടിച്ച് സ്ഥാനം നോക്കി എല്ലാം ചെയ്തതാണ്. പിന്നെ ഞാനൊരു എക്സ്ട്രയായിട്ടൊരു ബാത്റൂം ബാക്കിലേക്ക് ഉണ്ടാക്കി, അല്ലെങ്കിൽ സൈഡിൽ ഉണ്ടാക്കി. അതിൻ്റെ ശേഷമാണ് തങ്ങളെ വലിയ പ്രയാസം ഉണ്ടായത്, വീട്ടിൽ വലിയ പ്രതിസന്ധി ഉണ്ടാതെ. അല്ലെങ്കിൽ മതിൽ ഞാൻ പൊക്കിക്കെട്ടി, ഞാൻ മതിൽ കെട്ടി, അതിൻ്റെ ശേഷം വലിയ പ്രയാസം. അതാണ് ആ പോക്കിൻ്റെ അവൻ്റെ കേന്ദ്രത്തിന്, അവൻ്റെ സഞ്ചാര കേന്ദ്രത്തിന് നമ്മൾ തടസ്സം വെച്ചാൽ നമുക്കും അവൻ തടസ്സം വെക്കും. നമ്മളെ കാര്യങ്ങളൊന്നും നടക്കൂല, നമ്മളതൊന്നും ഹൈറിലാകൂല. അവിടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇടങ്ങേറുകളും ബുദ്ധിമുട്ടുകളും ആയിരിക്കും ആ വീട്ടിലും ആ ഭൂമിയിലും. തടസ്സം ഉണ്ടായി കഴിഞ്ഞാൽ അതിനാണ് നമ്മൾ പറയുന്നത്, വീടുണ്ടാക്കുമ്പോൾ സൂത്രം റെഡിയാകണം. വായു സർക്കുലേഷൻ റെഡിയാകണം. ഒന്നുകിൽ വിൻഡോ ടു വിൻഡോ അല്ലെങ്കിൽ ഡോർ ടു ഡോർ സർക്കുലേഷൻ റെഡിയാകണം, സൂത്രം റെഡിയാകണം. അല്ലെങ്കിൽ വായു സഞ്ചാരം ഇല്ലെങ്കിൽ പൈശാചികമായ ഉപദ്രവങ്ങൾ ആ വീട്ടിലുണ്ടാകും. വലിയ പ്രയാസമായിരിക്കും ആ വീട്ടിൽ താമസിക്കാൻ. ചിലർ പറയാറുണ്ട്, തങ്ങളെ രാത്രിയായി കഴിഞ്ഞാൽ മുകൾ ഭാഗത്തുനിന്ന് ഒരു ചങ്ങല വലിച്ച് സൗണ്ട് ഞങ്ങൾക്ക് കേൾക്കാം. അല്ലെങ്കിൽ ബാത്റൂമിൽ എപ്പോഴും ടാപ്പ് തുറന്നിട്ട് വെള്ളം ഉറ്റുന്നതായിട്ട് ഞങ്ങൾക്ക് കേൾക്കാം. അല്ലെങ്കിൽ ഒരു ഭീമമായ ഒരു ശബ്ദം ഞങ്ങൾക്ക് കേൾക്കാറുണ്ട് വീട്ടിൽ നിന്ന്. എന്തോ ആരോ എറിയുന്നത് പോലെ, ജനലടിക്കുന്നത് പോലെ, ചിലർ പറയാറുണ്ട് ജനലടിക്കുന്നത് പോലെ കേൾക്കാറുണ്ട്, വാതിൽ മുട്ടുന്നത് പോലെ കേൾക്കാറുണ്ട്. തുറന്നു നോക്കുമ്പോൾ ആരുണ്ടാവില്ല, മുകളിലേക്ക് പോയി നോക്കുമ്പോൾ ആരുണ്ടാവില്ല. ഇങ്ങനത്തെ ശബ്ദങ്ങൾ കേൾക്കാറുണ്ട്. ഇത് എങ്ങനെയാണ്? ഇതെല്ലാം ഈ പോക്കുവരവിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രയാസമാണ്. അവന്റെ സഞ്ചാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ശബ്ദം കേൾക്കുന്ന സമയത്ത് അവന്റെ സഞ്ചാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ്. അപ്പോൾ ആ ഭൂമിയിലും ആ വീട്ടിലും ഇത്ര പ്രയാസങ്ങളുണ്ട്. ഇതെങ്ങനെ പരിഹരിക്കാം? ഇത് പരിഹരിക്കേണ്ടത് അതിന്റെ രീതിയാണ് ഇൻഷാ അല്ലാഹ് പരിഹരിക്കേണ്ടത്. അതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് ആ സഞ്ചാരം മറ്റുള്ള ഭാഗത്തേക്ക് നീക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൻ്റെ പരിഹാരം നിങ്ങൾ തേടണം. ഇത്തരം പ്രതിസന്ധി ഉണ്ടായാൽ വീട്ടിൽ പ്രയാസങ്ങൾ ഉണ്ടാകും. ഇങ്ങനെയുള്ള പ്രതിസന്ധി ഇല്ലാത്ത ഒരു വീടാണെങ്കിൽ പോക്കുവരവിൻ്റെയോ ഭൂമി റെഡിയാണ്, വീട് റെഡിയാണ്, എല്ലാം നോക്കിയാണ് ഞങ്ങൾ ചെയ്തത്. ഞങ്ങൾ എല്ലാം നോക്കിയാണ് ചെയ്തത്. പിന്നീട് ഇത്തരം പ്രയാസങ്ങൾ വരികയാണെങ്കിൽ ഈ വീട്ടിൽ ഞാൻ മുന്നേ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാകാം. ആരെങ്കിലും സുബഹി ഖളാ ആയിട്ട് കിടന്നുറങ്ങുന്നവരുണ്ടാകും, സൂര്യൻ ഉദിക്കുന്നത് വരെ കിടന്നുറങ്ങുന്ന ആളുകളുണ്ടാകും, സലാം ചെല്ലാതെ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന ആളുകളുണ്ടാകും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇത്തരം പ്രയാസങ്ങൾ പിന്നീട് വരുന്നത്. പിന്നീട് നമുക്ക് വലിയ ഉപദ്രവങ്ങൾ വരുന്നത്, പിന്നീട് പിശാച് ആ വീട്ടിലേക്ക് വരുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ധാരാളം ആളുകൾ പറയുന്നതാണ്, ഞാൻ എല്ലാ ഓതാത്ത കാര്യങ്ങളില്ല, ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും, കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഓതുമ്പോഴുമാണ് ശക്തമാകുന്നത്. അതങ്ങനെ തന്നെയാണ് പറഞ്ഞത്, ശരിയാണ്. കാരണം ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവൻ ശക്തനാകും, അല്ലേ? നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നമ്മൾ ചെയ്താൽ നമുക്ക് വലിയ ദേഷ്യം വരും, ഇല്ലേ? അതുപോലെ തന്നെയാണ് പൈശാചികമായ കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോഴും പിശാചിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, അവിടെ ഖുർആൻ ഓതുകയാണ്, അല്ലെങ്കിൽ ദിക്ർ ചൊല്ലുകയാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അറിയാത്ത രീതിയിൽ നമ്മൾ ചെയ്യാണ്. അപ്പൊ വലിയ ശക്തി അവൻ പ്രാപിക്കും. അത് തന്നെയാണ്, അതാണ് അതിന്റെ കാര്യം. വേറൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് കുറച്ച് സംശയങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഞാൻ ഇവിടെ തീർത്തത്. അല്ലാഹു പൈശാചികമായ ശർറുകളിൽ നിന്നുള്ള ഞങ്ങളെയും ഞങ്ങളെ കുടുംബത്തെയും ഞങ്ങളെ വീടിനെയും ഞങ്ങളെ ഭൂമിയെയും നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ തൊട്ട് നീ കാത്ത് കാവലേഖണേ അല്ലാഹ്. നീ കാവലേഖണേ അല്ലാഹ്. നിന്റെ കാവൽ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ഇത്തരം പ്രയാസങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്.
ഇത്തരം പ്രയാസങ്ങളിൽ കുടുങ്ങി നിൽക്കുന്നവർക്ക് അല്ലാഹുവേ അതിന് വലിയ പരിഹാരം നീ നൽകണേ അല്ലാ. നീ പരിഹാരം നൽകണേ തമ്പുരാനെ. അല്ലാ, ഞങ്ങൾക്ക് നീ ഇടങ്ങേറുകൾ നൽകല്ലേ അല്ലാ, ബുദ്ധിമുട്ടുകൾ നൽകല്ലേ അല്ലാ, ബലാഅകൾ നൽകല്ലേ അല്ലാ, മുസീബത്തുകൾ നൽകല്ലേ തമ്പുരാനെ. ഞങ്ങളെ നീ കാത്തോളണേ അല്ലാ, ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ അല്ലാ. ഈ മജ്ലിസിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, ഈ മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, ഈ ദിവസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ സംരക്ഷണം നൽകണേ അല്ലാ. നീ സംരക്ഷണം നൽകണേ അല്ലാ, നീ സംരക്ഷണം നൽകണേ തമ്പുരാനെ. ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തിലാക്കണേ അല്ലാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നെറ്റിത്തടം ഉയർത്ത് പുഞ്ചിരി തൂകി മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ, ഞങ്ങളെ പെടുത്തണേ അല്ലാ. പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്നല്ലാ ഞങ്ങൾക്ക് നീ വലിയ സംരക്ഷണം നൽകണേ അല്ലാ, വലിയ കാവൽ അല്ലാ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. ഞങ്ങളെ നീ കാത്തോളണേ അല്ലാ. സാഹിരീങ്ങളെ സിഹ്റിനത്തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ, മാക്കിരീങ്ങളെ മക്രിനത്തൊട്ട് കാക്കണേ അല്ലാ, ഫത്താനീങ്ങളെ ഫിത്നയെ തൊട്ട് കാക്കണേ അല്ലാ, ളാലിമീങ്ങളെ ദുൽമിനെ തൊട്ട് കാക്കണേ അല്ലാ, ഐനീങ്ങളെ ഐനിനെ തൊട്ട് കാക്കണേ അല്ലാ. ചതിയന്മാരെ ചതിയെ തൊട്ട് ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണേ അല്ലാ, കാത്ത് സംരക്ഷിക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് പരാജയം നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ അല്ലാ. ഞങ്ങൾക്ക് നീ വിജയം നൽകണേ അല്ലാ, നീ വിജയം നൽകണേ അല്ലാ. മാരകമായ ക്യാൻസർ, ട്യൂമർ, അറ്റാക്ക് പോലുള്ള മാരകമായ രോഗങ്ങളിൽ നിന്ന് വലിയ കാവൽ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഈ ശരീരത്തിൽ അല്ലാത്തരം രോഗങ്ങൾ നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ തമ്പുരാനെ. നിന്റെ ഖലാഇൽ നീ വിധിച്ചിട്ടുണ്ടെങ്കിൽ ഈ സാഅത്ത് മുതൽ നീ കരിയിച്ച് കളയണേ അല്ലാ, നീ കരിയിച്ച് കളയണേ തമ്പുരാനെ. ഞങ്ങളെ സമ്പത്ത് മുഴുവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കെട്ടിവെക്കുന്ന മാരകമായ രോഗങ്ങൾ, ഇത്തരം രോഗങ്ങളല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ തമ്പുരാനെ. റഹ്മുർ റഹീമീനായ അല്ലാ, ഒരു രോഗവും ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, ഒരു പ്രയാസവും ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഭർത്താക്കന്മാരുടെ കാര്യം പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, ഭർത്താക്കന്മാരെ നീ നന്നാക്കണേ അല്ലാ. മക്കളെ കാര്യങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, മക്കളെ നീ സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. നല്ല റാഹത്തായ ജോലി അവർക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. ജോലി ഉള്ളവർക്കല്ലാ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ, സാലറിയിൽ അല്ലാ വർധനവ് കൊടുക്കണേ അല്ലാ. മക്കളെ റാഹത്തിലാക്കണേ അല്ലാ, റൗഡികളും തമ്മാടികളും ആക്കല്ലേ അല്ലാ. ലഹരിക്കും മറ്റുള്ള കാര്യങ്ങൾക്കും അടിമപ്പെട്ട മക്കളുണ്ട് അല്ലാ, അതിൽ നിന്നൊക്കെ ഒരു മുക്തത അല്ലാഹുവേ നീ കൊടുക്കണേ അല്ലാ, നീ കൊടുക്കണേ അല്ലാ. അതിൽ നിന്നൊക്കെ ഒരു സംരക്ഷണം നീ നൽകണേ അല്ലാ. നല്ല പൊന്നുമക്കളാക്കണേ അല്ലാ. സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ, സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. മക്കളെ കാര്യത്തിന് കണ്ണീര് വാർക്കുന്ന മാതാപിതാക്കളിൽ അല്ലാ ഞങ്ങളെ നീ ഉൾപ്പെടുത്തല്ലേ അല്ലാ, ഞങ്ങളെ നീ ഉൾപ്പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് മക്കളെ ജനാസ കാണേണ്ട അവസ്ഥ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ തമ്പുരാനെ. റഹ്മുർ റഹീമീനായ അല്ലാ, അല്ലാഹുവേ ഞങ്ങളെ മക്കളെ നീ അനാഥകളാക്കല്ലേ അല്ലാ, അനാഥകളാക്കല്ലേ തമ്പുരാനെ. അല്ലാഹുവേ ദീർഘായുസ്സുള്ള ആഫിയത്ത് അല്ലാ ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്കും നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ, നീ നൽകണേ തമ്പുരാനെ. റഹ്മുർ റഹീമീനായ അല്ലാ, ഞങ്ങൾ ധാരാളം ആളുകൾ മൗത്തായി പോയി അല്ലാ, അവരെ ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാ, സ്വർഗ്ഗ സന്തോഷപൂരിതമാക്കണേ അല്ലാ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും മരണപ്പെടുമല്ലോ. അല്ലാഹുവേ മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാ, ഈമാൻ പരിപൂർണമാക്കണേ അല്ലാ. ധാരാളം പ്രവാസികൾ ഞങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട് അല്ലാ, പ്രവാസ ജീവിതം ഒരു പ്രയാസകരമാക്കല്ലേ അല്ലാ. അവരെ ബിസിനസ്സിലും അവരെ ജോലിയിൽ നീ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ, നീ കൊടുത്തനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങൾ അതിരറ്റു സ്നേഹിക്കുന്ന എന്റെ പ്രവാസികളുണ്ട് അല്ലാ, അവരെ കൊയക്കല്ലേ അല്ലാ. അല്ലാ, ഞങ്ങളെ മജ്‌ലിസിനെ സ്നേഹിക്കുന്നവർ, ഇതിലേക്ക് സഹകരിക്കുന്ന എന്റെ പ്രവാസികളല്ല, അവർ കൊയക്കല്ലേ അല്ലാ, നീ കൊയക്കല്ലേ അല്ലാ. ഞങ്ങളെ ഫോളോ ചെയ്യുന്ന പ്രവാസികളുണ്ട് അല്ലാ, അവരെ കൊയക്കല്ലേ അല്ലാ, അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലേ അല്ലാ, അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ലേ അല്ലാ. അവർക്കൊക്കെ പ്രതീക്ഷ തങ്ങളെ ദുആ ആണ് അല്ലാ, ഞങ്ങളെ ദുആ ആണ് തമ്പുരാനെ. റഹ്മുർ റഹീമീനായ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ.
നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ്, നിന്റെ സ്വർഗ്ഗം ഞങ്ങൾക്ക് അവകാശമില്ല അല്ലാഹ്. നീ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്. കത്തിക്കരിയുന്ന ഭീകരമായ നരകം അല്ലാഹ് ഞങ്ങൾക്ക് നീ ഹറാമാക്കണേ അല്ലാഹ്, നീ ഹറാമാക്കണേ അല്ലാഹ്. ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരുകരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങൾ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്, ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൃക്കല്യാണം രണ്ട് കണ്ണുകൊണ്ട് ഞങ്ങളെ കാണിക്കണേ അല്ലാഹ്, ഞങ്ങളെ കാണിക്കണേ അല്ലാഹ്, ഞങ്ങളെ കാണിക്കണേ തമ്പുരാനെ. ബിസ്മില്ലാഹിൽ അമാനുൽ അമാൻ മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരിശ് ശൈത്താൻ വമിൻ ദുൽമിസ് സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു നമ്മളെപ്പോഴും പറയുന്നത് പോലെ നമ്മൾ മജ്ലിസ് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കൊരു പോസ്റ്റർ കാണാം. നമ്മളെ മജ്ലിസിൻ്റെ കീഴിൽ എൻ്റെ നേതൃത്വത്തിൽ ഇരു ഹറമുകളിലേക്ക് ഉംറ സിയാറത്ത് സർവീസ് ഇൻഷാ അല്ലാഹ് നടത്തുന്നുണ്ട്. ചരിത്ര പ്രസിദ്ധമായ ധാരാളം സിയാറത്ത് ഇടങ്ങൾ, പരിചയസമ്പന്നമായ ക്ലാസ്സുകൾ ഇൻഷാ അല്ലാഹ് നമ്മളെ സർവീസിൽ ഇൻഷാ അല്ലാഹ് ഉണ്ട്. ആഗ്രഹമുള്ള ആളുകൾ പുണ്യമാക്കപ്പെട്ട ആ മണ്ണിലൊന്ന് ചെല്ലാൻ, നമ്മളെ പാപം പതിഞ്ഞ പാദം മത്താഫിലൊന്ന് നിർത്തി ദുഃഖദോഷ ഭാണ്ഡക്കെട്ടുകൾ അവിടെ ഇറക്കി വെച്ച് കണ്ണിറയെ കഅബ കണ്ട് കഅബയുടെ കില്ല പിടിച്ച് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാൻ, നമ്മളെ ദുഃഖങ്ങൾ, നമ്മളെ പ്രയാസങ്ങളും നമ്മളെ പോരായ്മകളും എല്ലാം അവിടെ ഒന്ന് ഇറക്കി വെക്കാൻ ആഗ്രഹിക്കുന്ന ധാരാളം ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. ഹബീബായ റസൂലുള്ളാഹിന്റെ റൗള ഷരീഫിലേക്കൊന്ന് ചെന്ന് അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് എന്ന് പൊട്ടിക്കരഞ്ഞ് സലാം ചെല്ലാൻ ആഗ്രഹിക്കുന്ന ധാരാളം ആളുകളുണ്ട് നമ്മളെ കൂട്ടത്തിലുള്ള ആളുകൾ. നമ്മളുമായി ബന്ധപ്പെടുന്നവരിൽ നമ്മളെ അയൽവാസികൾ, നമ്മളെ കുടുംബത്തിലുള്ള ആളുകൾ ഇൻഷാ അല്ലാഹ് അവരിലേക്കും ഈ മെസ്സേജിനെ, ഈ അറിവിനെ ഇൻഷാ അല്ലാഹ്, ഈ മെസ്സേജിന് ഇൻഷാ അല്ലാഹ് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. ആഗ്രഹിക്കുന്ന ആളുകൾ ഉടനെ തന്നെ ആ കാണുന്ന നമ്പറിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ബുക്ക് ചെയ്യുക. ഒരു നമ്പറിൽ കിട്ടിയിട്ടില്ലെങ്കിൽ മറ്റൊരു നമ്പറിൽ വിളിച്ച് ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സീറ്റുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്, അതിലേക്കും കൂടി ഇൻഷാ അല്ലാഹ് നിങ്ങൾ ബുക്ക് ചെയ്യുക. എന്നിട്ട് സീറ്റുകൾ ഇൻഷാ അല്ലാഹ് ഉറപ്പുവരുത്തുക. അല്ലാഹു മഖ്ബൂലും മബ്റൂറും മർളിയുമായ ഉംറയും സിയാറത്തും നിർവഹിക്കാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. പോയവർക്ക് ഇനിയും 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 പോവാൻ അല്ലാഹ് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ തമ്പുരാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Mm-hmm.